ഞങ്ങളൊക്കെ ഭയങ്കര നല്ല തരത്തിൽ ട്രീറ്റ് ചെയ്യപ്പെട്ട് ഒരു സിനിമ കൂടിയാണ് മോഹിനിയാട്ടം. അപ്പോൾ നമ്മളൊക്കെ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. എല്ലാ സിനിമകൾക്കും ആഗ്രഹമുണ്ട്, പക്ഷെ ഇത്തരം സിനിമകൾ വരണം, അല്ലെങ്കിൽ ഇത്തരം സിനിമകൾ അടിക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സിനിമ വളരെ നന്നായിട്ട് പോകുന്നു, അതേപോലെ തന്നെ വാഴ 2 എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഒരു വേറൊരു തലത്തിലേക്ക് പോവുകയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാൻ ഇന്ത്യൻ ഒരു സ്റ്റാർ, അദ്ദേഹമായിട്ട് ഞാൻ പേര് പറയുന്നില്ല, അപ്പൊ സംസാരിച്ചപ്പോൾ നമുക്ക് അതേ സന്തോഷമുണ്ട്. പുള്ളി എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞ ഒരു കാര്യം. ആബ്സല്യൂട്ട്ലി സ്റ്റാർ അല്ലാത്ത ഒരുപാട് പുതിയ ആളുകൾ വെച്ചിട്ട് ഒരു സിനിമ ഉണ്ടാവുക, അത് റെക്കോർഡ് ബ്രേക്കിംഗ് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരം സിനിമകൾ മലയാളത്തിൽ സംഭവിക്കണം, അല്ലാണ്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ സ്റ്റാറുകൾ മാത്രം സിനിമകൾ വെച്ചിട്ടല്ല മലയാള സിനിമ ഒരു ഇന്റർനാഷണൽ. നമ്മളിപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സിനിമകൾ ഉണ്ടാക്കുന്നത് നമ്മളാണ്. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തരം സിനിമകളും ഇവിടെ ഉണ്ടാക്കപ്പെട്ടിരുന്നു. ഈ അടുത്ത കാലത്ത് നമ്മുടെ സിനിമ വളരെ ഭയങ്കര കമേഴ്ഷ്യലൈസ് ചെയ്യപ്പെട്ട് 100 കോടി അടിക്കുന്ന സിനിമകൾ മാത്രം ഉണ്ടാകുക, അല്ലെങ്കിൽ OTT ബിസിനസ് ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏറ്റവും ടോപ്പ് ലെയറിലുള്ള ആക്ടേഴ്സ് അല്ലാത്ത, ടെക്നീഷ്യൻസ് അല്ലാത്ത ആളുകൾ ഒരുപാട് സഫർ ചെയ്തു. അപ്പൊ അതിനൊക്കെ ഒരു ഉത്തരം പോലെയാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ ഇപ്പൊ നമ്മുടെ മോഹിനിയാട്ടം ഓടുന്നതും അല്ലെങ്കിൽ വാഴ 2 ഓടുന്നതൊക്കെ അതിൻ്റെ ഒരു ഉത്തരം പോലെയാണ്. അതായത് നിങ്ങൾ പറയുന്ന വലിയൊരു സ്റ്റാർ ആ പടത്തിലില്ല, അല്ലെങ്കിൽ ഇത് ആ സിനിമ ഒരു 50 കോടിയിൽ നിർമ്മിക്കപ്പെട്ടതല്ല, പക്ഷെ തിയേറ്ററുകളിൽ ഒരുപാട് ആളുകൾ വരുന്നു, ആ സിനിമകൾ ഭയങ്കര കളക്ഷൻസ് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു പ്രവണതയാണ്. എനിക്ക് തോന്നുന്നു മലയാള സിനിമക്ക് നമ്മുടെ പോലെയുള്ള സിനിമകൾ ഭയങ്കര ഗുണം ചെയ്യും.